എന്തായാലും ആരും ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. പ്രഭ ആകെ ഡിസ്റ്റർബ്ഡാണ്. ഒന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. ഓരോന്ന് കാണിച്ചോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കോളും. അതെ, ഈ രാത്രി ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. നിങ്ങൾ വാ. വാനന്തോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സിദ്ധാർത്ഥൻ സാറ് പ്രഭാവതിയെ കൂട്ടിക്കൊണ്ടുവന്നു എന്നല്ലേ പറഞ്ഞത്? അപ്പോ അതിൽ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ആര് പറഞ്ഞു? ഈ പ്രശ്നം ദേവികയുടെ തലയിലിട്ട് പ്രഭാവതി ദ്രോഹിക്കും. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മാധവട്ട് നോക്കിക്കോ, തെരഞ്ഞെടുപ്പിൽ തോറ്റ ദേഷ്യം മുഴുവൻ പ്രഭാവതി ഇനി ദേവിയോട് തീർക്കും. അച്ഛാ, അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്തോ വലിയ പ്രശ്നമുണ്ട്. ദേവികേച്ചിയോട് ചോദിച്ചിട്ട് ഒന്നും വിട്ടു പറയുന്നില്ല. പക്ഷേ അരുന്ധതി മാഡമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഇഷ്യൂ ആണെന്നാ തോന്നുന്നത്. അല്ല, അതിപ്പോ ദേവി മോൾക്ക് അതുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ബന്ധപ്പെടുത്താനാണോ ബുദ്ധിമുട്ട്? ആ അരുന്ധതിയുടെ മകനെയും ചേർത്ത് എന്തെല്ലാം കാര്യങ്ങളാ വാർത്തയായിട്ട് വന്നത്. എന്തായാലും തോറ്റേന്റെ പ്രതികാരം പ്രഭാന്റെ ചേച്ചിയോട് കാണിച്ചാ അത് വിട്ടുകൊടുക്കരുത്. ഇത്രയും കാലം അരുന്ധതി മേഡത്തിന്റെ മുമ്പിൽ എതിർത്ത് പിടിച്ചു നിൽക്കുകയായിരുന്നു അമ്മ. ഇലക്ഷനിൽ നിന്നോട് തോറ്റതോടെ സമ്പൂർണമായും തകർന്നു. മനസ്സ് തകർന്നു കാണും. അരുന്ധതി മേഡം ഈ കേസ് കുത്തിപ്പൊക്കുമെന്ന് സംശയിച്ചു കാണും. അതിന്റെ പേരിലായിരിക്കും അമ്മ നേരിട്ട് സ്റ്റേഷനിൽ ചെന്ന് കുറ്റം ഏറ്റുപറഞ്ഞ് കീഴടങ്ങിയത്. അമ്മ കീഴടങ്ങിയതല്ല നന്ദു, അരുന്ധതി മാഡത്തെ ജയിക്കാൻ ശ്രമിച്ചതാ. എങ്ങനെ? എന്റെ തോന്നല. തെരഞ്ഞെടുപ്പിൽ അമ്മ തോറ്റു. അരുന്ധതി മാഡം ആയിരുന്നല്ലോ പ്രധാനമായിട്ടും അമ്മയ്ക്കെതിരെ നീക്കങ്ങൾ നടത്തിയത്. ഋഷിയുടെ ലൈഫിലുണ്ടായ സംഭവങ്ങൾക്ക് പിന്നിൽ അമ്മയായതുകൊണ്ടാ ഒരു പ്രതികാരം പോലെ അരുന്ധതി മാഡം പിന്നിൽ നിന്നെല്ലാം ചെയ്തത്. അമ്മയുടെ ഇപ്പോഴത്തെ നീക്കം അരുന്ധതി മാഡത്തിനെതിരെയുള്ള മുന്നറിയിപ്പാ. ഇനിയും അതും പറഞ്ഞ് വരണ്ടെന്ന് പറയും പോലെയാ അമ്മയുടെ ഈ ഏറ്റുപറച്ചിലൊക്കെ. പോലീസിൽ സ്വമേധയാ കുറ്റം ഏൽക്കാൻ നിൽക്കുന്ന ഒരാളെ ഇനി എന്ത് ചെയ്യാനാ? മറ്റൊന്നും കൂടിയുണ്ട്. ഇനി അരുന്ധതി മാഡം അമ്മയ്ക്കെതിരെ ഒരു നീക്കം നടത്തിയാലും എല്ലാവരും അമ്മയ്ക്കൊപ്പമായിരിക്കും നിൽക്കുക. പരാതിയൊന്നുമില്ലാന്ന് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാഡത്തിന് പറ്റില്ലല്ലോ. എല്ലാം മുൻകൂട്ടി കണ്ട അമ്മ ഇങ്ങനൊരു വഴി തിരഞ്ഞെടുത്തെന്നാ എനിക്ക് തോന്നുന്നത്. ഒന്നും കാണാതെ അമ്മ അങ്ങനെ അങ്ങ് കീഴടങ്ങി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു കറക്റ്റ് പോയിന്റാ. അമ്മയുടെ മനസ്സിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അരുന്ധതിമ്മയുടെ മനസ്സിൽ കണ്ടത് അമ്മ മാനത്ത് കണ്ടു. ദേവിക, ദേവിക ഒന്ന് താഴേക്ക് വരണം. എന്താ അമ്മേ? കാര്യം അറിഞ്ഞാലേ അനുസരിക്കുള്ളൂ. അല്ല, അങ്ങനെയല്ല. ദേവിക വാ, നീയും കൂടെ വരണം. ദേവി ചെല്ല്.
എന്താ സർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, എന്താ കാര്യമൊന്നറിയില്ല. എന്താ രജനി, നിന്നോടെന്തെങ്കിലും പറഞ്ഞോ? എന്നോടല്ല, ആരോടാ പറയാൻ പോകുന്നതെന്ന് കാണാം. അമ്മേ, എന്താ? എല്ലാരും അങ്ങ് പഞ്ചപുച്ചു അടക്കി നിപ്പുണ്ട്. പറയാനുള്ളത് മുഖത്ത് നോക്കി അങ്ങ് പറയണം. നിന്നോട് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? അല്ലേന്ന്. എന്താച്ചാ കാര്യം? എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എന്തായാലും ശരി, അമ്മയുടെ മനസ്സിലെ ദേഷ്യവും സങ്കടവും തീർന്നിട്ടില്ല. അതേ ഞാൻ പറയുന്നുള്ളൂ. ദേവിക, വാ. ദാ. എന്റെ മോളുടെ വിജയത്തിളക്കത്തിൽ ഈ അമ്മയുടെ സന്തോഷം മധുരം കൊടുത്ത് ഞാൻ പങ്കുവയ്ക്കുക. ദേവിക തെരഞ്ഞെടുപ്പിൽ എന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ ജീവിതത്തിൽ നീ എന്നും എന്റെ മോള. അമ്മേ, സത്യത്തിൽ ഒരു മത്സരം വന്നത് നന്നായി. എന്റെ കുറവുകൾ ഞാൻ തിരിച്ചറിഞ്ഞു. നിന്റെ കഴിവുകൾ എനിക്ക് മനസ്സിലാക്കാനും സാധിച്ചു. ജനങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തെന്ത് ഗുണങ്ങൾ വേണമെന്നും മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയോട് എങ്ങനെ പെരുമാറണമെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി. മുമ്പ് ഞാൻ നിന്നോട് നോമിനേഷൻ പിൻവലിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ ജനങ്ങൾ തീരുമാനിച്ചു നീ വിട്ടുപോകരുതെന്ന്. ജനഹിതം തന്നെയാ മുൻപിൽ നിൽക്കേണ്ടത്. പിന്നെ ഞാൻ പല സന്ദർഭങ്ങളിലും നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. അമ്മയോട് ക്ഷമിക്കണം മോളെ. അമ്മേ, ദേവിക മോളുടെ വിജയം സിദ്ധുവിന്റെ നിലപാടുകളുടെയും ഉറച്ച തീരുമാനത്തിന്റെയും വിജയോ? ഒരച്ഛന്റെ വിജയം.
നന്ദ, നിന്റെ ഭാര്യയെ നീ തിരഞ്ഞെടുത്തതാ. അവളെ ഈ നാടും ഏറ്റെടുത്തു. നീ ഭാഗ്യവാനായ ഭർത്താവാ. കഴിക്ക. ഗിരീഷ് എന്നോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് കൂടെ നിന്നിരുന്നുവെങ്കിലും സ്വന്തം സഹോദരി ജയിച്ചിരുന്നെങ്കിലെന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. ദേവികയല്ല, നമ്മുടെ കുടുംബം മുഴുവനും ജയിച്ചു. രജനി, അമ്മയോടുള്ള സ്നേഹത്തിന്റെ ആഴം നിന്നിലൂടെ ഞാൻ ഒരുപാട് അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ നീ ദേവികയെ ശത്രുവായി കണ്ടു. പക്ഷേ ദേവിക ശത്രുവല്ല, നിന്റെ അനിയത്തിയ. എല്ലാരും എന്താ ഇങ്ങനെ നിൽക്കുന്നത്? മധുരം കഴിക്കേ. കഴിക്ക് സിദ്ധു. അമ്മേ, എന്താ മോളെ? എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. മോളെ, ഞാൻ അമ്മ അമ്മ കീരിയും പാമ്പുമായിരുന്ന പാർട്ടികളാ പ്രഭയും സിദ്ധാർത്ഥനും. നേർക്ക് നേരെ നോക്കില്ല, നോക്കിയാൽ തന്നെ കണ്ണീന്ന് തീ പാറും. അവരങ്ങിപ്പോ ജോഡിച്ചല്ലേ. എന്നിട്ട് പ്രഭാവതിയെ കരയിച്ചാൽ മാഡത്തിനെ അങ്ങ് സംഹരിച്ചു കളയുന്നു. പറയുന്നത് ആർക്കും പറയാലോ ത്യാഗരാജ, പ്രവൃത്തിയല്ലേ പ്രധാനം. കൊന്നുകളയും പോലും. ഈ നഖം വെട്ടുമ്പോ വിരൽ മുറിഞ്ഞ ബോധം കെട്ട് വീഴുന്ന ടീമുകളാ. സംഹരിച്ചു കളയും പോലും. ഞാൻ പറയുന്നത് മാഡം, ആ കുടുംബത്തെ മൊത്തം അങ്ങ് പൊക്കി മാറ്റുന്നതല്ല. ദേവികയെ മിച്ചം വെച്ചിട്ട് ബാക്കി എല്ലാത്തിനും ഒറ്റ തീർക്കല്. ഈ കടകാലിയാക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഒന്നും രണ്ടും ഒക്കെ തെറ്റിയും തെറിച്ച് ബാക്കിയിട്ടിരുന്നാലേ അത് തലവേദനയാണ്. മാഡം യെസ് പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഒന്നും വേണ്ട ത്യാഗരാജ, ഇതെനിക്കുള്ള ടാർഗറ്റാ. അത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. ത്യാഗരാജൻ ചെല്ല്. അല്ല മാഡം, മാഡം ഇടപെടണ്ട, ഞാൻ നോക്കിക്കോളാം. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഓളത്തിലാവുമ്പോഴേ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ എളുപ്പമാ. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ എനിക്ക് വിട്ടേക്ക് ത്യാഗരാജ. അല്ല മാഡം, ആ പ്രഭാവതിക്ക് തോറ്റതിന്റെ ചളിപ്പെന്തെങ്കിലും മുഖത്തുണ്ടായിരുന്നു? തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ നിന്നും വിഷയം ഋഷിയുടെ കേസിലേക്ക് മാറ്റിക്കളഞ്ഞില്ലേ? ഓ, കാഞ്ഞ ബുദ്ധി തന്നെ. ഇവരെങ്ങാനും ജയിച്ചിരുന്നെങ്കിൽ ആ പാവം മുഖ്യമന്ത്രി 5 ദിവസം കൊണ്ട് പൊക്കി മാറ്റി ആ കസേരയിലങ്ങ് കയറി ഇരുന്നേനെ. ഓ, ദൈവം ഉണ്ടേ, വിശ്വാസമായി. ത്യാഗരാജൻ ചെല്ല്, ബാക്കി കാര്യങ്ങൾ ഞാൻ അറിയിക്കാം.
ശരി മാഡം. ഋഷിക്കുട്ട, എല്ലാവർക്കും എന്നോടുള്ള പേടി പോയോ? അമ്മേ, പോലീസ് സ്റ്റേഷനിൽ എന്തായിരുന്നു പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. നീ കഴിച്ചായിരുന്നോ? അമ്മ വിഷയം മാറ്റില്ലേ? ആ സിദ്ധാർത്ഥനും അമ്മയും തമ്മിൽ തർക്കം ഉണ്ടായോ? തർക്കമൊന്നും ഉണ്ടായില്ല. ഞങ്ങള് കാര്യം സംസാരിച്ചതാ. ഒക്കെ ഞാൻ വ്യക്തമായിട്ട് അറിഞ്ഞമ്മേ. അമ്മയെ കൊന്നുകളയെന്ന് അയാൾ ഭീഷണിപ്പെടുത്തിയല്ലേ? എല്ലാം ഞാൻ അറിഞ്ഞു. അതിരിക്കട്ടെ, അമ്മയുടെ തീരുമാനം എന്താ? അതൊക്കെ പിന്നെ സംസാരിക്കാൻ ഋഷി. വലിയ കാര്യമാക്കേണ്ട പ്രശ്നമൊന്നുമല്ല. ഇത് കാര്യമാക്കില്ലെങ്കിൽ പിന്നെ ഏതാ കാര്യമാക്കേണ്ടത്? ഇതിനു പകരം ചോദിക്കണം. അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങും, ഉറപ്പാ. ഋഷി, ഇതിലൊന്നും നീ ഇടപെടണ്ട. അത് ശരി, എന്റെ അമ്മയുടെ ഒരു പ്രശ്നത്തിൽ ഞാൻ ഇടപെടണമെന്നോ? ഞാൻ ഇടപെടും. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പിന്മാറാൻ പോകുന്നില്ല. എടാ, അമ്മയ്ക്കൊരു പ്രശ്നം വരുമ്പോ കൂടെ നിൽക്കുന്നു പറയുന്നൊരു മകൻ ഏതൊരമ്മയ്ക്കും അഭിമാനം. പക്ഷെ ഇതിപ്പോ എനിക്ക് വിട്ടേക്ക്. ഞാനിത് മനസ്സിലെടുത്തിട്ടുണ്ട്. എനിക്കറിയാം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. നീ സമാധാനായിട്ടിരിക്കെ. പ്രഭാവതിയും സിദ്ധാർത്ഥനൊക്കെ എന്റെ ലക്ഷ്യങ്ങളാ. ഞാൻ ഉദ്ദേശിച്ചത് നടത്തുക തന്നെ ചെയ്യും. ഏയ്, എന്താണൊരു യോസനി? ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു നന്ദു. എന്താ? ജീവിതത്തിൽ ഒരിക്കലും അമ്മയെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല. അമ്മ നമ്മളോട് താഴേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ പേടിച്ചു. ഒരു വലിയ പൊട്ടിത്തെറിയോ മറ്റോ നടക്കാൻ പോകുന്ന പോലെ ഒരു തോന്നലായിരുന്നു എനിക്ക്. പക്ഷേ എനിക്ക് മധുരം തന്ന് എന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞപ്പോ സ്വപ്നം കാണുമെന്നാ തോന്നിയത്. ഇതുവരെയുള്ള പരിഭവവും സങ്കടവും തെറ്റിദ്ധാരണകളും ഒക്കെ ആ ഒറ്റ നിമിഷത്തിൽ അവസാനിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണവും മത്സര ദിവസങ്ങളും ഒക്കെ മനസ്സിൽ നിന്ന് പോയി. ഞാനൊരു മകള് മാത്രമായിട്ട് മാറി. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അമ്മ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ അമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണ്ടായിരുന്നു? അമ്മ അതൊക്കെ മറന്നു കാണുമെന്നാ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അമ്മയുടെ മനസ്സില് അച്ഛനും നന്ദുവും നന്ദുവിന്റെ ഭാര്യയൊക്കെ ഉണ്ടാവും. അമ്മയെ സംബന്ധിച്ച് ഇതൊരു പുതിയ തുടക്കമാവും. ഒരു നല്ല വീട്ടമ്മയായി കഴിയാനായിരിക്കും ഇനി അമ്മയുടെ തീരുമാനം. ആ, നീ പറഞ്ഞു നേരെ. അമ്മയെ കൊണ്ട് നമുക്ക് അരുന്ധതി മേഡത്തെ ഒന്ന് കാണാൻ പോയാലോ? അല്ല, ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കട്ടെ. അതിൽ നമ്മൾ ഇടപെടണ്ട നന്ദു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ. ഇനി നേരിട്ട് കാണുമ്പോ പഴയ ഓർമ്മകളൊക്കെ വരും. ഒന്നും വേണ്ട. പിന്നെ എന്റെ സത്യപ്രതിജ്ഞയ്ക്ക് അമ്മ മേഡമൊക്കെ എന്തായാലും വരും. വേണമെങ്കിൽ അന്നവര് കണ്ട് സംസാരിക്കട്ടെ. അല്ല, ഞാനത് മറന്നിരിക്കായിരുന്നു. എന്ത്? ഒരു MLA യുടെ ഭർത്താവാണ് ഞാനെന്ന്. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാ നിയമസഭയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ നക്ഷത്രമാണ് എന്റെ അടുത്ത് നിൽക്കുന്നതെന്ന്. ഒന്ന് പോന്നെന്തോ. ഞാൻ സത്യം പറഞ്ഞ ദേവി. ഞാൻ എന്നും കാണുന്ന ദേവിയാണെന്ന മട്ടിൽ വലിയ ബഹുമാനമൊന്നും ഇല്ലാതെ ഞാൻ നിന്നെ. ദേ, ഇടി വാങ്ങിക്കുവേ. ഞാൻ എന്നും എന്റെ നന്ദുവിന്റെ ദേവി തന്നെയാ. ജീവനുള്ളിടത്തോളം അതങ്ങനെ തന്നെ ആയിരിക്കും. അല്ല, മുമ്പൊക്കെ തോന്നുന്ന സമയത്ത് അടുത്ത് വരാം, കുറച്ച് റൊമാൻസ് ഒക്കെ പറയാം, ഒരു ഉമ്മ തരാം. ആ, പക്ഷെ ഇപ്പോ ആ, ജനപ്രതിനിധിയല്ലേ, അധികാരമുള്ള ആള്. അപ്പോ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടാവും. ആ, കുറച്ചൊക്കെ ഒന്ന് പേടിക്കുന്ന നല്ലതാ. എങ്ങനെ നന്ദു പറഞ്ഞ പോലെ തന്നെ റൊമാൻസിനും ഉമ്മ വെക്കാനും ഒക്കെ അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്ന്. അങ്ങനെയാണെങ്കിലേ ഇപ്പൊ ഒരു 1/2 മണിക്കൂർ നേരം പ്രേമസല്ലാപത്തിന് സമയം കിട്ടുമോ മേഡം? ഇല്ല,
വ്യാഴാഴ്ച രാവിലെ ഒരു 10 മിനിറ്റ് അനുവദിക്കാം. എന്റെ ഓഫീസിലേക്ക് വന്നാ മതി. അയ്യടാ, നീ MLA ആണെങ്കിലേ ഞാൻ ഓട്ടറാ. പൊതുജനത്തിന്റെ അവകാശങ്ങളെ പിടിച്ചു വാങ്ങാൻ എനിക്കറിയാം കേട്ടാ.